ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെജ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് നമുക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി കുതിർത്തി വെച്ചിട്ടുള്ള 1/2 കിലോ അരിയാണ് കേട്ടോ. ബസ്മതി റൈസാണ് നമ്മൾ ചേർക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒന്ന് വെന്ത് വരട്ടെ. അത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും, തമ്മിൽ ഒട്ടിപ്പിടിക്കും അരി. അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് വെന്ത് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരി ഒന്ന് തൊടാതെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരി ഏകദേശം ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അത്രയും മതി. വല്ലാണ്ട് വെന്ത് പോരുത്. ആകെ നമ്മൾ പിന്നെ ഇളക്കുമ്പോൾ അത് പൊട്ടിപ്പോവും അരി. അപ്പോൾ ആവശ്യത്തിന് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് ഊറ്റി മാറ്റി വയ്ക്കാം. കണ്ടോ, നമ്മുടെ അരി നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്പൂൺ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ. നല്ലോണം ഒന്ന് പച്ചമണം പോകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സബോള, ചെറിയ സബോളയാണ് കേട്ടോ നമ്മൾ ചേർക്കണേ. ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് അല്ലാതെ കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പം ഞാൻ അല്ലാതെ 1/2 ബൗൾ വെച്ചിട്ടാണ് ചേർക്കുന്നത്. ഇനി ബീൻസ് ചേർക്കുന്നുണ്ട് 1/2 ബൗൾ തന്നെ. ഞാൻ ഗ്രീൻ ബീൻസ് ഫ്രോസൺ ആണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ആണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 3 എണ്ണമാണ് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളത് കുറച്ച് കൂടി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 എണ്ണം ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു ഹാഫായിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് വന്നാൽ മതി. ഇനി ക്യാബേജ് ചേർക്കുന്നുണ്ട്. എല്ലാം 1/2 ബൗൾ വെച്ചിട്ട് തന്നെ. അതും കൂടെ നല്ലോണം ഒന്ന് പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അല്ല, ക്യാപ്സിക്കം 1/2 ബൗൾ തന്നെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കയ്യിലുള്ളത് ചേർക്കാം കേട്ടോ. പിന്നെ പെപ്പർ, കുരുമുളക് പൊടിയും ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി സോയാ സോസ് ഒഴിക്കുന്നത് ഞാൻ കുറച്ച് ഡാർക്ക് സോയാ സോസാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ലൈറ്റ് സോയാ സോസ്, സാധാ നോർമൽ ആയിട്ടുള്ളത് ചേർത്താൽ മതി. ഇത് ഡാർക്ക് ചേർക്കുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ചോറിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, വെജിറ്റബിൾസിന് ചേർത്തിട്ടുണ്ട്, സോയയിൽ ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പിന്നെ വെജിറ്റബിൾസിൽ ചേർക്കാൻ കേട്ടോ. ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കുക. നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവിടെയും ആവുന്ന പോലെ ഒന്ന് ഇളക്കി ചേർക്കാം നമുക്ക്. അപ്പം ഈ ഇളക്കുന്ന കാരണം കൊണ്ടാണ് നമ്മൾ അരി പകുതിയല്ല 1/4 വേവിലെടുക്കുന്നത്. നല്ലോണം വെന്തെടുത്ത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ചോറ് അരിയൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയണേ ഒരു 1/4 വേവിന് എടുക്കണമെന്ന്. ഇത് കറക്റ്റ് അളവിനാണ് നമുക്ക് അരിയും എല്ലാതും കിട്ടിയേക്കണേ. നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കി വെക്കാം. നമ്മുടെ വെജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ലഞ്ചിനും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.